ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു എയർ ഡ്രോപ്പ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അധികം പേരൊന്നും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ബ്ലം എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പാണ്. ഇത് കൂടുതലും നമുക്ക് ഗെയിം കളിച്ചിട്ടൊക്കെ എയർ ഡ്രോപ്പ് നേടാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. ബ്ലംസ് TGE ഈസ് കമ്മിങ് ദിസ് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഏകദേശം ഒരു മാക്സിമം 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഇത് കളക്ട് ചെയ്തെടുക്കുക. ഇതിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ടെലഗ്രാം ആപ്പിലേക്ക് പോകും. എന്നിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ. ഇതിലും ഒരു ഓട്ടോമാറ്റിക് മൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അത് ഡെയിലി ഒരു 24 ഹവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ ക്ലെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്യുക. ഇത് ഡെയിലി ക്ലെയിം സെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ബ്ലം പോയിന്റ്സ് എന്ന് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് 24 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ കളക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഫാം എന്ന് പറഞ്ഞ ബട്ടൺ താഴെ നിങ്ങൾക്ക് കാണാം. അതിലൊന്നുകൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം 0.005 BP എന്ന് പറഞ്ഞിട്ട്. ഇത് ബ്ലം പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ വാലറ്റ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ സിമ്പിളാണ്. ഏറ്റവും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം വാലറ്റ്. ഇതിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രോൺ വാലറ്റ്, ഏത് ടോൺ ബേസ് ചെയ്തിട്ടുള്ള വാലറ്റും നിങ്ങൾക്ക് ഇതിൽ ലിങ്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗെയിം സെക്ഷൻ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡ്രോപ്പ് ഗെയിം എന്ന് പറഞ്ഞിട്ട്. ആ ഗെയിം കളിച്ചിട്ടാണ് മാക്സിമം ടോക്കൺസ് നമ്മൾ ഇതിൽ കളക്ട് ചെയ്യുന്നത്. ഇതിൽ ഓരോ പാസുകൾ നമുക്ക് കിട്ടും. ആ പാസ് ഉപയോഗിച്ച് മാത്രമേ ഓരോ ഗെയിംസ് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. പാസുകൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇതുപോലുള്ള ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നതിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ പാസുകൾ ലഭിക്കുന്നത്. ഇവിടെ താഴെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും 76 പ്ലേ പാസസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതിൽ പ്ലേ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗെയിം കളിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഫ്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫ്രീസ് ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോൾ നമുക്കിതുപോലെ മാക്സിമം പോയിന്റ്സ് ഇതുപോലെ കളക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗെയിം കളിച്ച് മാക്സിമം എയർ ഡ്രോപ്പ് ടോക്കൺസ് നേടി എടുക്കാൻ സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലുള്ള ഗെയിം കളിച്ചിട്ട് നമുക്ക് മാക്സിമം എയർ ഡ്രോപ്പ് ടോക്കൺസ് എല്ലാം കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരുപാട് നാൾ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം പേരൊന്നും അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 140 ടോക്കൺസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും എനിക്കിപ്പോൾ പ്ലേ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പ്ലേ ചെയ്യാൻ സാധിക്കും. ആ ഗെയിംസ് 75 പ്രാവശ്യം എനിക്ക് പ്ലേ ചെയ്യാം. അത്രയും ടിക്കറ്റ്സ് എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം എനിക്കിപ്പോൾ ഏകദേശം 97,944 ടോക്കൺസ് ഇപ്പോഴും എൻ്റെ ബാലൻസിൽ ഉണ്ട്. കൂടുതൽ പ്ലേ ചെയ്യുന്നതിലൂടെ കൂടുതൽ ടോക്കൺസ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരുപാട് പുതിയ പുതിയ ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ട്രേഡിംഗ് ബോട്ടും മീം പാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ട്രേഡ് ചെയ്യാനുള്ള എക്സ്ചേഞ്ച് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടില്ല അതൊന്നും. പിന്നീട് ഏർണിംഗ് ഓപ്ഷൻ ഉള്ളത് താഴെ ഏൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെയിലി ടാസ്കുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ടാസ്കുകളും എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ ടോക്കൺസ് കളക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സിൽ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലംസ് TGE ഈസ് കമ്മിങ് ദിസ് സ്പ്രിംഗ്, മോർ അപ്ഡേറ്റ്സ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അടുത്ത ആഴ്ച കറക്റ്റ് ഡേറ്റ്, അതായത് ലിസ്റ്റിംഗ് ഡേറ്റ് ഇവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ന്യൂസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ക്ലെയിം ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം 500 ടോക്കൺസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പോസ്റ്റ്, ഇതെല്ലാം ജസ്റ്റ് പോസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടോക്കൺസ് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ആ ടെലഗ്രാം പോസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. വീണ്ടും നമുക്ക് തിരിച്ചു വരാം അതിലേക്ക്. കുറച്ച് ഈ ടൈമർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ക്ലെയിം ബട്ടൺ വരുന്നത്. അതുപോലെ തന്നെ ഫോളോ ബ്ലം ഓൺ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സെക്ഷനിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഫോളോ. തിരിച്ച് ആപ്പിലേക്ക് വരുമ്പോൾ ക്ലെയിം ബട്ടൺ വന്നിട്ടുണ്ടാവും. അതെല്ലാം ക്ലെയിം ചെയ്ത് നിങ്ങൾ എടുക്കുക. മാക്സിമം ഈ ടോക്കൺസ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. സോഷ്യൽ സെക്ഷൻ വരുമ്പോഴും ഒരുപാട് ടാസ്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെല്ലാം കുറേയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് അത്രയും ടോക്കൺസ് ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഓഫേഴ്സ് എല്ലാം നിങ്ങൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക. കൂടുതലും പോസ്റ്റുകളാണ്, സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ്. അത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു പോസ്റ്റിൽ പ്രസ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ മതിയാകും. അതുപോലെ തന്നെ ഓരോ പോസ്റ്റും ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക, റിട്ടേൺ ചെയ്യുക. തിരിച്ച് പുറകിലേക്ക് വരുമ്പോൾ ആ ക്ലെയിം ബട്ടൺ,
വന്നിട്ടുണ്ട്. ചിലതിൽ ഇതുപോലെ വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ആ വെരിഫൈഡ് അവിടെ ഒരു എന്തെങ്കിലും ഒരു നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ആ വീഡിയോയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയിലേക്ക് പോവുക. ഇവരുടെ കമൻറ്റ് സെക്ഷനിൽ പോകുമ്പോൾ കീവേഡുകൾ കണ്ട ആളുകൾ ഇവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് കീവേഡ് കൊടുത്തിരുന്നത് TGE ദിസ് സ്പ്രിംഗ് എന്നാണ് ആ ഒരു വെരിഫൈ കീവേഡ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെരിഫൈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ആ കീവേഡ് ചോദിക്കും. TGE ദിസ് സ്പ്രിംഗ് എന്നാണ് കീവേഡ്. ഓക്കെ, ദെൻ വെരിഫൈ കൊടുക്കുക. അപ്പോൾ വീഡിയോ കാണേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ആളുകൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും കമൻറ്റ് സെക്ഷനിൽ ആ കീവേഡ്സ്. ദെൻ ക്ലെയിം ചെയ്തെടുക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ബ്ലം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു യൂട്യൂബ് വീഡിയോ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കീവേഡ് കൊടുത്തിട്ടുണ്ടാവും, ബ്ലം ഗോസ് AI എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വെരിഫിക്കേഷനിൽ ആ ഒരു കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാം. ഓക്കെ, ക്ലെയിം ബട്ടൺ വന്നിട്ടുണ്ട്. ആ ടോക്കൺ ക്ലെയിം ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം ഇൻ ഹൗസ് ടാസ്കുകളാണ്. പുറമേയുള്ള കുറേ ടാസ്കുകൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലേ ബോങ്കേഴ്സ് ആൻഡ് റിസീവ് 100 ഫ്രീ വീൽ സ്പിൻ ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ ഒരുപാട് ടെലഗ്രാം ആപ്പുകൾ അല്ലെങ്കിൽ ഗെയിമുകൾ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം കളിക്കുന്നതിലൂടെ നമുക്ക് 500 BP അല്ലെങ്കിൽ 1000 BP ഒക്കെ നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സെക്ഷനിലും നിങ്ങൾ പോയിട്ട് ഇതുപോലെ ഒന്ന് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ അതിലും എക്സ്ട്രാ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം ഈ ടാസ്കുകളെല്ലാം TGE ഡേറ്റിന് മുമ്പ് ഞാൻ എന്തായാലും കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം പോയിന്റ്സ് ഞാൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിമും ഇതുപോലെ ഫ്രീ ടൈം കളിച്ച് മാക്സിമം ടോക്കൺസ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ ഇവർക്ക് ട്രേഡ് ടു ഏൺ എന്ന് പറഞ്ഞിട്ട് മീം പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മീം പാഡ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടോക്കൺസ്, ഇപ്പോൾ പുതിയ ടോക്കൺസ് ലോഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതുപോലുള്ള ടോക്കൺസ് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഇവർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യം നല്ല സക്സസ് ആവാൻ ചാൻസ് ഉള്ള ഒരു എയർ ഡ്രോപ്പ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം പ്രോജക്റ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്ക് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്ത് എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാസ്കുകളെല്ലാം മാക്സിമം കളക്ട് ചെയ്ത് മാക്സിമം ഗെയിം പ്ലേ ചെയ്തിട്ട് മാക്സിമം ടോക്കൺസ് നിങ്ങൾ കളക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്യുക. അതിലൂടെ ഒരുപാട് ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഗെയിംസ് കളിക്കാം. ഓക്കെ, അപ്പോൾ ഈ മീം പാഡ് എന്ന് പറയുന്നത് ഇത് പുതിയ ടോക്കൺസ് ലോഞ്ച് ചെയ്യാനുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ വർക്കിംഗ് എല്ലാം ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഒരുപാട് ആളുകൾ പുതിയ മീം ടോക്കൺസ് ഇതിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ഇതിൻ്റെ പുറകിലുള്ളത് കാരണം തീർച്ചയായിട്ടും ഈ എയർ ഡ്രോപ്പ് സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മാക്സിമം എല്ലാവരും ചെയ്തു നോക്കുക. ഇതിൽ ഇപ്പോൾ പുതിയ ടോക്കൺസ് ഒക്കെ നമുക്ക് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ലോഞ്ച് ടോക്കൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോക്കണിൻ്റെ ഐക്കൺ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടോക്കൺ നെയിം ഇവിടെ കൊടുക്കുക, ടോക്കണിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുക്കുക. ദെൻ ഇത് സോൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് ടോൺ വാലറ്റിലേക്ക് അല്ലെങ്കിൽ ടോൺ ബേസ് ചെയ്തിട്ടൊരു പ്ലാറ്റ്ഫോം ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പുതിയ ടോക്കൺസ് നമുക്ക് തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ്. എങ്ങനെ നമുക്കും ഒരു മീം കോയിൻ ലോഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ടോൺ ബേസ് ചെയ്തിട്ട് എങ്ങനെ മീം കോയിൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ടോക്കൺ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ മീം കോയിൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടോൺ ബേസ് ചെയ്തിട്ട്. അത്യാവശ്യം നല്ല പ്രോജക്റ്റ് തന്നെയാണ്. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം ആളുകൾ ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ടോക്കണിൻ്റെ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ടോക്കൺസ് ഇതിൽ ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോജക്റ്റ് തന്നെയാണ്. നല്ല രീതിയിലുള്ള ടോക്കൺസ് എല്ലാ ദിവസവും ആളുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി സക്സസ് ആവുകയാണെങ്കിൽ ഈ ഒരു ബ്ലം ടോക്കണിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാലറ്റ്, നിങ്ങളുടെ ടോൺ വാലറ്റ് ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ എയർ ഡ്രോപ്പ് ടൈമിന് ആ ഒരു വാലറ്റിലേക്ക് ഇത് വരികയുള്ളൂ. എനിക്കിപ്പോൾ കാണിക്കാൻ സാധിക്കില്ല, കാരണം ഓൾറെഡി ഞാനിപ്പോൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ടോൺ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലറ്റ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി.
ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏതൊക്കെ വാലറ്റാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടോൺ കീപ്പർ. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ടോൺ കീപ്പറും മൈ ടോൺ വാലറ്റും ആണ്. ഇതിലേതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ 2 ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് പോപ്പപ്പ് ചെയ്തു വരും. അതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ആവും. വളരെ സിമ്പിൾ പ്രോസസ്സാണ് വാലറ്റ് ലിങ്ക് ചെയ്യുന്നത്. അതുകൂടി നിങ്ങൾ ചെയ്തു വെക്കുക. തീർച്ചയായിട്ടും എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ടൈമിന് മുമ്പ് തന്നെ നിങ്ങളത് ചെയ്തു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ നമ്മുടെ പൈ നെറ്റ്വർക്കിനെ കുറിച്ച് കൂടുതൽ അപ്ഡേഷൻസ് ഞാൻ പറയുന്നതാണ്. അതിൻ്റെ റേറ്റ് ഡേ ബൈ ഡേ കുറഞ്ഞു വരുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അക്യുമുലേഷൻ ടൈമാണ്. കൂടുതൽ ആളുകൾ ബൈ ചെയ്യാനുള്ള ടൈമാണിത്. തീർച്ചയായിട്ടും തിരിച്ചു കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് പ്രോജക്റ്റുകൾ പുതിയതായിട്ട് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് വീഡിയോ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.